ഞാൻ പിന്നെ എന്റെ വീഡിയോസിൽ ആ ഒരു പ്രതികരിക്കാത്ത ആ ഒരു യങ്സ്റ്റേഴ്സിന്, ആ വിഡ്ഢികളായ ആണും പെണ്ണും അല്ലാത്ത യങ്സ്റ്റേഴ്സ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും ഞാൻ വെറുതെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇപ്പൊ അമേരിക്കയിൽ ഒരു ജേർണലിസ്റ്റ്, അത് ഇവിടുത്തെ ഈ പറയുന്ന നമ്മുടെ വിഡ്ഢികളായ മീഡിയസ് അല്ല, ഈ പറയുന്ന പാർട്ടിയുടെ ഫണ്ട് മേടിച്ചും മൾട്ടിനാഷണൽ കമ്പനിയിൽ ഫണ്ട് മേടിച്ചും ആൾക്കാരെ തമ്മി തല്ലിക്കുന്ന ആ മീഡിയസ് അല്ല ഫോറിൻ കൺട്രീസിൽ, അവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യമാണ് നെറ്റ്ഫ്ലിക്സിന്റെ ആളോട്, വേറൊന്നുമല്ല, നിങ്ങൾ എന്തുകൊണ്ട് കുറെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മൈനേഴ്സിന് വേണ്ടി കുറെ പ്രൊവൈഡ് ചെയ്യുന്നു നെറ്റ്ഫ്ലിക്സിനോട്? ഓക്കെ, നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഇവരെല്ലാവരും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ചോദിച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് ആൻസർ ഇല്ല. ഇതിന്റെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യങ്ങളെല്ലാം 5% ആൾക്കാർക്കെല്ലാം അറിയാം, അവർ ഇതിനകത്ത് പ്രൊട്ടക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നോക്കിയാലും അറിയാം, ഈ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന പ്രതികരിക്കുന്ന വിഡ്ഢികളായ ആൾക്കാരെല്ലാവരും നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും സിനിമയെല്ലാം കണ്ടും അതോടൊപ്പം തന്നെ ഗെയിമും കളിച്ചെല്ലാം ആ റൂമിൽ തന്നെ ഇരിക്കുന്ന വിഡ്ഢികളായിരിക്കും, സ്വന്തം കാര്യം മാത്രം നോക്കി. അപ്പൊ ഈ ഗെയിം എന്നുള്ള അക്ഷരത്തിന് 4 അക്ഷരമുള്ളൂ, ലൈഫ് എന്നുള്ള അക്ഷരത്തിന് 4 അക്ഷരമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രണ്ടുപേരും കൂടി മിക്സ് ആക്കരുത്, ഒരിക്കലും ജീവിതം കളിയാക്കരുത്. ഓക്കെ, ജീവിതം കളിയാക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു കോഞ്ഞാട്ടക്കളിയായി മാറും. അപ്പൊ ആ കോഞ്ഞാട്ടക്കളി തന്നെയാണ് ഇപ്പൊ നരേന്ദ്രമോദിനെ എല്ലാം ഡയറക്റ്റ് ഇപ്പൊ അമേരിക്കൻ ട്രംപ് ഒക്കെ ആണെന്ന് ഇപ്പൊ എല്ലാവർക്കും വെളിവായി തുടങ്ങി അല്ലെ. റഷ്യയുടെ ആ ഒരു പെട്രോൾ എല്ലാം മേടിക്കാൻ ഉള്ളി ഒരു കാര്യം പറയും, ജിമ്മി അത് ചെയ്യും ജിമ്മി. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ജിമ്മി അത് ചെയ്യും. ഓക്കെ, കൈയുടെ ഉള്ളിൽ ഒരു ഡോഗിനെ പോലെ പുള്ളി അത് പോയി മാറ്റി പറയും. ഈ പറയുന്ന ഫാർമേഴ്സിന് ഒന്നും യാതൊരു ഇല്ല, അവരെല്ലാം ടാരിഫ് ഒക്കെ കുറക്കുമ്പോൾ പിന്നെയും പ്രൊഡക്റ്റ് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, നിങ്ങളെല്ലാം ഈ പറയുന്ന മാക്ഡൊണാൾഡ്സും KFC എല്ലാം കഴിക്കുന്ന ചിക്കൻ ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് ഈ ഒരു ചിക്കനാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക, അതായത് ആ ഒരു മീറ്റ്. പക്ഷെ നിങ്ങൾക്ക് അതല്ല വലിയ കാര്യമാണ്, കാരണം KFC ഇതെല്ലാം പറഞ്ഞ് ഈ പറയുന്ന ചാനലെല്ലാം നല്ലൊരു ഹാരിസ്നേഷൻ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാണിക്കും, നിങ്ങളുടെ കുഞ്ഞു പോയത് കഴിക്കും, എന്നിട്ട് ക്യാൻസറും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെയാണ് റിലാക്സ് വർസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും ഈ പറയുന്ന അമേരിക്കയുടെ എല്ലാം നട്ടിൽ ഈ പറയുന്ന സ്വർണ്ണം കൊടുക്കുന്ന കനിയാണ്, അവിടുത്തെ കുഞ്ഞു കഴിക്കുന്നത് ഇതാണ്, അതായത് കോഴി. അതായത് പട്ടിയെടുത്ത് വിശന്ന് ജീവനുള്ള കോഴിനെയൊക്കെ കടിച്ചു പറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ സെയിം മെന്റാലിറ്റി ആണ് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിലുള്ള കുഞ്ഞുങ്ങളോടും അമേരിക്ക ഇതുപോലത്തെ വലിയ ഡെവലപ്ഡ് കൺട്രീസിനുള്ളത്. ഓക്കെ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അപ്പൊ ഈ വിഡ്ഢികളായ അപ്പൂമാരിങ്ങനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, അതാണ് നേതാക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും കൈകെട്ടി നിൽക്കുന്ന ഒരു അടിമ സ്ലേവറി ആയിട്ടുള്ള അടിമകളായിപ്പോ ഇവിടുത്തെ ഈ പറയുന്ന BJPയുടെയും LDFന്റെയും UDFയുടെയും താഴെ തട്ടി കിടക്കുന്ന വേംസ്. അപ്പൊ അവര് പറയുന്നത് നമുക്ക് ഒന്നും തന്നില്ല, പക്ഷെ ആമകൾക്കുള്ള സുരക്ഷ തന്നത് നല്ല കാര്യമല്ലേ, ആമകളാ നമുക്ക് സംരക്ഷിക്കാനല്ല. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഈ വിഡ്ഢിത്തരം അവരിങ്ങനെ ചൂഷണം ചെയ്ത് ആ 2030 എത്തിക്കും. ഓക്കെ, അപ്പൊ അതിനുമുമ്പ് എനിക്ക് കട്ടാക്കണം. അപ്പൊ എന്റെ വാക്കുകളാണെങ്കിലും ഇതെല്ലാം സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെ. നിങ്ങൾ ആണും പെണ്ണും അല്ലാത്ത ആക്കിയെന്നതും ഈ പറയുന്ന അല്ലെ, റീൽസ് വഴിയാണെങ്കിലും പെണ്ണുങ്ങൾ ഉടുപ്പിട്ട് കിടക്കുന്നു, ട്രാൻസ്ജെൻഡർ പോലെ കിടക്കുന്നു അല്ലെ, നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഈ രീതിയിൽ കുടുങ്ങി കിടക്കുന്നു. അതായത് ആണല്ലാതായി മാറി. അതായത് ആണെന്ന് പറയുമ്പോൾ ആണ് തന്നെ ആയിരിക്കണം, രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ അതൊരു ശോഭനീയമല്ല. അപ്പോ ആണുങ്ങളില്ല ഈ വീഡിയോ കണ്ടാൽ പോലും അങ്ങനെ തന്നെ ഇരിക്കും അല്ലെ, ആണാണാ ഞാൻ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ തലമുറയും എല്ലാം ഇല്ലാതാക്കാനുള്ള പദ്ധതി അവർ ചെയ്തിട്ടും നിങ്ങൾ മിണ്ടുന്നില്ല. ഓക്കെ, വിഡ്ഢികളായ ആണും പെണ്ണും അല്ലാതെ നിങ്ങൾ മിണ്ടുന്നില്ല. ഓക്കെ.